ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുടുംബ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ അൺമാരീഡ് ഡോട്ടറിന്, അതായത് 18 വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് അവർക്ക് മാരേജ് എക്സ്പെൻസസ് ഫാദറിൽ നിന്നും ചോദിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അതും ക്രിസ്ത്യൻസിൻ്റെ കാര്യമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇത് ആർട്ടിക്കിൾ 227 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഫയൽ ചെയ്ത ഒരു പെറ്റീഷനാണ്. ഇതൊരു കുടുംബ കോടതിയിൽ പെൻഡിങ് ആയിരിക്കുന്ന ഒരു കേസിനകത്ത് ഒരു IA അതിൽ ഒരു അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ എമൗണ്ട് ഫിക്സ് ചെയ്തിരുന്ന 7,50,000 രൂപയാണ്. അപ്പോൾ അത് കുറഞ്ഞുപോയി എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇവിടെ മാരേജ് എക്സ്പെൻസസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേസ് വന്നിരിക്കുന്നത്. മകളാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു IA ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റർലോക്യൂട്ടറി ആപ്ലിക്കേഷൻ 2/2022 ഫയൽ ചെയ്തിരുന്നത്. അതിൽ ടെമ്പററി ഇൻജങ്ഷൻ റെസ്ട്രെയിനിങ് ദ റെസ്പോണ്ടന്റ് ഫ്രം ഏലിനേറ്റിംഗ് ഓർ കമ്മിറ്റിംഗ് എനി ആക്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ പെറ്റീഷൻ ഷെഡ്യൂൾ പ്രോപ്പർട്ടി. അവർ അച്ഛൻ വസ്തു വിൽക്കുകയോ അല്ലെങ്കിൽ അതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, അതായത് മരങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുറിച്ചുകൊണ്ട് അത് വാല്യൂബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുകയോ മുറിച്ചു മാറ്റുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ള ഒരു ഓർഡർ വേണം, ഇന്ററിം ഇൻജങ്ഷൻ വേണമെന്ന് പറഞ്ഞാണ് അവർ ഈ IA 2/22 ഫയൽ ചെയ്തത്. അങ്ങനെ ഫയൽ ചെയ്ത് അത് അലോ ചെയ്ത് അതിൽ ഈ അച്ഛൻ ഫയൽ ചെയ്തതെന്ന് വെച്ചാൽ ഒരു IA 9/22 ഫയൽ ചെയ്ത് ആ ഒരു ഓർഡർ വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അതിലെന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ 2/22 ഉണ്ടല്ലോ IA നമ്പർ, അതായത് ഈ ഇൻജക്ഷന് വേണ്ടി ഫയൽ ചെയ്തത് അത് അലോ ചെയ്തിട്ടുള്ളത് അതങ്ങ് ഡിസ്മിസ് ചെയ്തു. എന്നിട്ട് IA 9/22 അലോയും ചെയ്ത് വെക്കേറ്റ് ചെയ്തു ഇൻജക്ഷൻ. ഇതിന്റെ ബ്രീഫ് കേസ് എന്തെന്ന് വെച്ചാൽ ഇവിടെ പെറ്റീഷനേഴ്സ് ഉണ്ട്, 2 പേരാണ്, ഡോട്ടേഴ്സ് ആണ്. അവർക്കൊരാൾക്ക് 26 വയസ്സും ഒരാൾക്ക് 21 വയസ്സും ഉണ്ട്. അവരുടെ അമ്മയുമായിട്ടാണ് ഇവരുടെ അച്ഛൻ ജീവിച്ചിരുന്നത്. അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അവരിപ്പം വിട്ടുമാറി നിൽക്കുകയാണ്. അവരുടെ അമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. അവരൊരു പെറ്റീഷൻ കുടുംബ കോടതിയിൽ ഫയൽ ചെയ്തു, സീക്കിംഗ് റിയലൈസേഷൻ ഓഫ് ₹45,92,600 45,92,600 രൂപ അവരുടെ മാരേജ് എക്സ്പെൻസസ് കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്കൊരു അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയിൽ, അതായത് അവരുടെ അച്ഛന്റെ പ്രോപ്പർട്ടിയിൽ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്ത് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു റിലീഫും കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ IA 2 ഫയൽ ചെയ്ത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇൻജങ്ഷൻ വേണ്ടിയിട്ടാണ് ഫയൽ ചെയ്തിരുന്നത്. അതായത് അദ്ദേഹം ആ വസ്തു വിൽക്കുകയോ അതിൻ്റെ അകത്ത് ഒരു നാശനഷ്ടങ്ങളും വരുത്തരുത് എന്നും പറഞ്ഞിട്ട് ഒരു IA 2/22 കൂടെ ഫയൽ ചെയ്തു. അതുപോലെ തന്നെ ഈ പെറ്റീഷനേഴ്സ്, അതായത് മക്കൾ പറയണത് എന്തെന്ന് വെച്ചാൽ അവരുടെ അച്ഛൻ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ വാങ്ങിച്ചത് അമ്മയുടെ ഗോൾഡൊക്കെ വിറ്റിട്ടാണ്. അവരുടെ അമ്മയുടെ തന്നെ റിലേറ്റീവ്സിന്റെ ഫൈനാൻഷ്യൽ ഹെൽപ്പോട് കൂടിയും ഒക്കെയാണ്, മറ്റു ഫാമിലി മെമ്പേഴ്സിന്റെ ഫൈനാൻഷ്യൽ ഹെൽപ്പോട് കൂടിയൊക്കെയാണ് ഈ വസ്തു വാങ്ങിച്ചത് എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്, അവർ പറയുന്നത് കോടതിയിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് ആ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത് കിട്ടണമെന്നും ആവശ്യപ്പെട്ടു. അതിൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഈ അമ്മയുടെ പൈസ ഉപയോഗിച്ചിട്ടാണ് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. ആ വീട്ടിലാണ് അവരുടെ അച്ഛൻ താമസിക്കുന്നത്. അങ്ങനെ ഈ പ്രോപ്പർട്ടി വിറ്റ് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ 45,92,600 രൂപ അവരുടെ മാരേജ് എക്സ്പെൻസസ് നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഇഞ്ചക്ഷൻ അലോ ചെയ്ത് അയാളെ വിൽക്കാതിരിക്കുകയും നശിപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്യണമെന്നാണ് അവർ പ്രൈസ് ചെയ്തത്. അതിനുശേഷം അവർ IA നമ്പർ 11 ഫയൽ ചെയ്തു. അത് ഫയൽ ചെയ്തിട്ട് ആവശ്യപ്പെട്ടത് എന്തെന്ന് വെച്ചാൽ ഈ റെസ്പോണ്ടന്റ് ഈ പ്രോപ്പർട്ടി എലിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അതിലുള്ള ബിൽഡിങ്ങോട് കൂടി തന്നെ വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ എമൗണ്ട് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അവർക്ക് ഒരു ഓർഡർ ഓഫ് അറ്റാച്ച്മെന്റ് അർജന്റ് ആണ് എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആദ്യം അവർ ഫയൽ ചെയ്തിരുന്നത് ഒരു ഇൻജക്ഷന് വേണ്ടിയിട്ടാണ് അവർ ചോദിച്ചത്. രണ്ടാമത് ഈ 11 ഫയൽ ചെയ്തിരിക്കുന്നത് ഒരു അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ്. ഇതിൽ അവരുടെ അച്ഛൻ അപ്പിയർ ചെയ്യുകയും അയാൾ ഇതിനെയൊക്കെ എതിർക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങും പ്രോപ്പർട്ടിയൊക്കെ എന്റെ സ്വന്തം പൈസ കൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്, അവരുടെ പൈസയൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഈ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എക്സ്പെൻസസ് മൊത്തം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഹോസ്റ്റൽ ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കാണിക്കുന്നത്, തിരിഞ്ഞു പോലും നോക്കത്തില്ല അദ്ദേഹത്തിന്. ഒരു ഇൻസിഡന്റ് അടുത്ത കാലത്ത് തന്നെ ഉണ്ടായി. ഈ പറയുന്ന ലേഡിയുടെ ഒരു ബ്രദറുമായിട്ട് വന്ന് വീട്ടിൽ ട്രെസ്പാസ് ചെയ്ത് അദ്ദേഹത്തിന് എടുത്തിട്ട് അടിച്ച് ഒക്കെ ചെയ്ത് മിസ്ചീഫൊക്കെ ഉണ്ടാക്കി എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പ്രകാരം ഒരു പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ റെക്കോർഡ്സും അദ്ദേഹം ഹാജരാക്കി. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണെന്നും അവരാണ് കുഴപ്പക്കാരി എന്നുള്ള രീതിയിൽ അദ്ദേഹം കോടതിയിൽ ആർഗ്യൂ ചെയ്തു. അത് അദ്ദേഹം പ്രൂവ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന് വളരെ സീരിയസ് ആയിട്ടുള്ള എയിൽമെന്റ് ഉണ്ട്, അസുഖമുണ്ട്. അദ്ദേഹത്തിന് അതിന്റെ എക്സ്പെൻസസ് ആയിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ വേണം, അത് ഈ പെരേടം വിറ്റാൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിന് ഫണ്ട് വേണം അദ്ദേഹത്തിന്റെ അസുഖത്തെ ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ അതൊക്കെ കേട്ടിട്ട് ഫാമിലി കോടതി എന്ത് ചെയ്ത് ആ ഇഞ്ചക്ഷൻ ഗ്രാന്റ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് പെറ്റീഷനും കൂടെ അവിടെ ഉണ്ടായിരുന്നു. അറ്റാച്ച്മെന്റ് പെറ്റീഷനിൽ കോടതി ഓർഡർ ഇട്ടതെന്ന് വെച്ചാൽ 7,50,000 രൂപ കോടതി എന്ത് ചെയ്ത് ഒരു മാരേജ് എക്സ്പെൻസസ് ആയിട്ട് കണക്കാക്കിയിട്ട് ആ തുക കെട്ടിവെക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ കെട്ടിവെക്കുന്ന വശം അറ്റാച്ച്മെന്റ് ഉണ്ടാവത്തില്ല. ഇതിൽ ഈ പെറ്റീഷണറുടെ സബ്മിഷൻ എന്തൊക്കെയെന്ന് വെച്ചാൽ ഈ 7,50,000 രൂപ വളരെ കുറവാണ്. അവരുടെ എഡ്യൂക്കേഷൻ എക്സ്പെൻസസിന് വളരെ വലിയൊരു എമൗണ്ട് തന്നെ ആവശ്യമാണ്. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് സീരിയസ് എയിൽമെന്റ് ഒക്കെ ഉണ്ടെന്ന്, അതൊക്കെ വെറും കള്ളമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അത് തെറ്റായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇതിൽ അവരുടെ ഒരു മാരേജ് എക്സ്പെൻസസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്. അവർ 26-21 വയസ്സുള്ളവരാണ്, മാരേജ് ഏജായി,
അവർക്ക് നല്ല പ്രപ്പോസൽസൊക്കെ വരുന്നുണ്ട്. ഈ അച്ഛൻ അവരെ തിരിഞ്ഞു നോക്കുന്നില്ല, അമ്മയും മക്കളെയും കളഞ്ഞിട്ട് മാറി താമസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാരേജ് എക്സ്പെൻസസ് കൊടുക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ല. അവരുടെ സ്റ്റാറ്റസും അവരുടെ ഇൻകവും അവരുടെ സൊസൈറ്റിയിലെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് മിനിമം ഒരു 50 പവൻ ഗോൾഡെങ്കിലും ഇട്ട് കൊടുക്കണം. അപ്പോൾ അവരൊരു എമൗണ്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ അനുസരിച്ച് ഇത്രയും ഗോൾഡിൻ്റെ വിലയായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 18,96,300 രൂപയാണ് ഒരാൾക്ക്. മേക്കിംഗ് ചാർജ് 5%. അതുപോലെ തന്നെ ഒരു 50,000 രൂപ അവർക്ക് വേണം. അതായത് ഡ്രസ്സസ് ഫോർ മാരേജ് ആൻഡ് റിലേറ്റഡ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു 500 പേരെങ്കിലും വിളിച്ച് ഇൻവൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ഫ്രണ്ട്സും ഫാമിലിയിലും ഉള്ളവരെ. അതിന് 1,00,000 രൂപയെങ്കിലും വേണം. മാരേജ് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം, അതിന് മിനിമം ഒരു 50,000 രൂപ വേണം. പിന്നെ ബാക്കി ഡെക്കറേഷനും ഇൻവിറ്റേഷനും കൺവെയൻസസും മറ്റ് എക്സ്പെൻസസും എല്ലാം കൂടെ ചേർത്ത് പിന്നെ ഒരു 2,00,000 രൂപയും കൂടെ വേണം. അങ്ങനെ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്താണ് 22,96,300 രൂപ ഒരാൾക്ക് അവർ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ രണ്ടുപേർക്ക് വരുമ്പോൾ 45,92,600 രൂപ വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ റിലീഫിൽ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്: ഓർഡറിംഗ് ദ റെസ്പോണ്ടന്റ് ടു പേ 45,92,600 ടുവേർഡ്സ് ദ മാരേജ് എക്സ്പെൻസസ് ഓഫ് ദ പെറ്റീഷനേഴ്സ്. 2. ഓർഡറിംഗ് ദ കോസ്റ്റ് ഓഫ് ദ പെറ്റീഷൻ. 3. ക്രിയേറ്റിംഗ് എ ചാർജ് ഓവർ ദ പെറ്റീഷൻ ഷെഡ്യൂൾ പ്രോപ്പർട്ടി ഫോർ ദ പ്രയർ A and B. അടുത്തത് ഗ്രാൻഡിംഗ് all further reliefs which the petitioner may pray for from time to time and this honorable court may deem fit and proper to grant in the circumstances of the case. അപ്പോൾ ഇതിൽ ഇത്രയും പൈസ കിട്ടാനും പെറ്റീഷൻ്റെ കോസ്റ്റും ആ പ്രോപ്പർട്ടിയിലൊരു ചാർജ് ക്രിയേറ്റ് ചെയ്യണമെന്നും A and B ഷെഡ്യൂൾ പ്രോപ്പർട്ടി, 2 ഷെഡ്യൂൾ പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ 2 സർവേയിൽ കിടക്കുന്ന പ്രോപ്പർട്ടി ആയിരിക്കാം. അപ്പോൾ അത് കിട്ടാനും പിന്നെ മറ്റ് ഫിറ്റ് ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ ഫാമിലി കോടതി പാസ്സാക്കി കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ റെസ്പോണ്ടൻറ്റിൻ്റെ കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ പെറ്റീഷൻ ഷെഡ്യൂൾ പ്രോപ്പർട്ടിയിലാണ് ഈ അച്ഛൻ താമസിക്കുന്നത്. അദ്ദേഹത്തിന് നെഞ്ചുവേദനയുണ്ട്. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹം ഹോസ്പിറ്റലിൽ കുറേ നാൾ കിടന്നിരുന്നു. ഇവരാരും തന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സിസ്റ്ററാണ് അദ്ദേഹത്തിനെ നോക്കിയത്. അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ സഹായത്തോടുകൂടിയാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ഇവർ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യനിലുള്ള ഒരു വിഭാഗത്തിലുള്ളവരാണ്. അവർക്ക് ഈ മാരേജിന് സ്വർണത്തിൻ്റെയോ അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല. ആ ഒരു റിലിജിയൻ തന്നെ അങ്ങനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ആഡംബരമൊന്നും പാടില്ല എന്ന്. എന്നിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് പൈസ തട്ടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മാത്രം ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയൊരു എമൗണ്ടൊക്കെ എഴുതി കയറ്റിയിട്ടാണ് അവരിതിങ്ങനെ ഈ മാരേജ് എക്സ്പെൻസസ് ഒക്കെ കാണിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ വന്ന ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ, വെദർ ദർ ഈസ് എ പ്രൊവിഷൻ എൻറ്റൈറ്റിലിംഗ് എ ക്രിസ്ത്യൻ ഡോട്ടർ ടു റിയലൈസ് മാരേജ് എക്സ്പെൻസസ് ഫ്രം ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ഹർ ഫാദർ ഓർ പ്രോഫിറ്റ് ദെയർ ഫ്രം. അതായത് ഒരു ക്രിസ്ത്യൻ മകൾക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവരുടെ മാരേജ് എക്സ്പെൻസസ് അദ്ദേഹത്തിൻ്റെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നോ വാങ്ങിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഹിന്ദു ഡോക്ടർ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹിന്ദുവുമായിട്ടൊന്ന് കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്. അതിൽ ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ട് 1956 അകത്ത് സെക്ഷൻ 3B അകത്ത് പറയുന്നുണ്ട്, മെയിൻ്റനൻസ് ഇൻക്ലൂഡിംഗ് ഇൻ ഓൾ കേസസ് പ്രൊവിഷൻ ഫോർ ഫുഡ്, ക്ലോത്തിങ്, റെസിഡൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ അറ്റൻഡൻസ് ആൻഡ് ട്രീറ്റ്മെന്റ്. 2. ഇൻ ദ കേസ് ഓഫ് ആൻ അൺമാരീഡ് ഡോട്ടർ ആൾസോ ദ റീസണബിൾ എക്സ്പെൻസസ് ഓഫ് ആൻഡ് ഇൻസിഡൻറ്റ് ടു ഹർ മാരേജ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അൺമാരീഡ് ഡോട്ടർ ആണെങ്കിൽ റീസണബിൾ എക്സ്പെൻസസ് ഓഫ് ആൻഡ് ഇൻസിഡൻറ്റ് ഓഫ് ഹർ മാരേജ്. അപ്പോൾ മാരേജിലുള്ള റീസണബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ് കൊടുക്കണമെന്ന് ഹിന്ദുക്കളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ടിൻ്റെ സെക്ഷൻ 20, സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് സെക്ഷൻ എ ഹിന്ദു ഈസ് ബൗണ്ട് ഡ്യൂറിംഗ് ഹിസ് ഓർ ഹർ ലൈഫ് ടൈം ടു മെയിൻറ്റെയിൻ his or her legitimate or illegitimate children and his or her aged or infirm parents. അപ്പോൾ ഒരു ഹിന്ദു എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ അദ്ദേഹം ആരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം? ലെജിറ്റിമേറ്റ് അല്ലെങ്കിൽ ഇല്ലെജിറ്റിമേറ്റ്. നമുക്ക് ലെജിറ്റിമേറ്റ് ആയിട്ട് ഒരു മാരേജിൽ കൂടെ ഉള്ള ഒരു കുട്ടിയോ അല്ലെങ്കിൽ മാരേജിൽ കൂടെ അല്ലാതെ അതായത് ഇല്ലെജിറ്റിമേറ്റ് ഉണ്ടാകുന്ന ഒരു കുട്ടിയോ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അദ്ദേഹത്തിൻ്റെ ഏജ്ഡ് പാരൻസിനെയും അദ്ദേഹം സംരക്ഷിക്കണം. എ ലെജിറ്റിമേറ്റ് ഓർ ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് മേ ക്ലെയിം മെയിൻ്റനൻസ് ഫ്രം ഹിസ് ഹർ ഫാദർ ഓർ മദർ സോ ലോങ് ആസ് ദ ചൈൽഡ് ഈസ് എ മൈനർ. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് അദ്ദേഹം മൈനറായിട്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മെയിൻ്റനൻസ് വാങ്ങിയെടുക്കാം. ദ ഒബ്ലിഗേഷൻ ഓഫ് എ പേഴ്സൺ ടു മെയിൻറ്റെയിൻ ഹിസ് ഹർ ഏജ്ഡ് ഓർ ഇൻഫോം പാരന്റ് ഓർ എ ഡോട്ടർ ഹു ഈസ് അൺമാരീഡ് എക്സ്റ്റെൻസ് ഇൻ സോ ഫാർ ആസ് ദ parent or the unmarried daughter, as the case may be, is unable to maintain himself or herself out of his or her own earnings or other property. ഇത് അവരുടെ ഒബ്ലിഗേഷൻ ആണ്. അവരുടെ ഇൻകത്തിൽ നിന്നോ അവരുടെ പ്രോപ്പർട്ടി ഇൻകത്തിൽ നിന്നോ അവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഒബ്ലിഗേഷനാണ് എന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ഹിന്ദുക്കളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൃത്യമായിട്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് ഹിന്ദു ഡോട്ടർക്ക് എന്ത് ചെയ്യാം? അവർക്ക് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഉണ്ട്. അവർക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന്
മാരേജ് എക്സ്പെൻസസ് വാങ്ങിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇസ്മായിൽ വേഴ്സസ് ഫാത്തിമ ആൻഡ് അനദർ. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ദ മുസ്ലിം ഫാദർ ഹാസ് ഒബ്ലിഗേഷൻ ടു പേ എക്സ്പെൻസസ് ഇൻ റിലേഷൻ ടു ദ മാരേജ് ഓഫ് ഹിസ് ഡോട്ടർ. മുസ്ലിം ഫാദറിനും ഉണ്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാരേജ് എക്സ്പെൻസസ് കൊടുത്തിരിക്കണം. അതായത് ഇപ്പോൾ പുതിയൊരു ഡിസിഷനും കൂടെ അതിന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡിസിഷൻ ഞാൻ ഇനി ഇടാം, ഇത് കഴിഞ്ഞിട്ടിടാം. അത് മുസ്ലിംസിനും അങ്ങനെ ഒരു റൈറ്റ് കിട്ടി. ഇപ്പോൾ പുതിയ ഡിസിഷനിൽ കൂടെ വന്നിട്ടുണ്ട്. പണ്ടത്തെ ഇത് പഴയ ഡിസിഷനാണ് ഇതിൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുക്കൾക്കായി മുസ്ലിങ്ങൾക്കുമായി. ഇതിൻ്റെ അകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ദ റൈറ്റ് ടു ആൻ അൺമാരീഡ് ഡോട്ടർ ടു ഗെറ്റ് റീസണബിൾ എക്സ്പെൻസസ് കൺസേണിങ് ഹർ മാരേജ് ഫ്രം ഹർ ഫാദർ കനോട്ട് ഹാവ് എ റിലീജിയസ് ഷെയ്ഡ്. ഇതിന് റിലീജിയസ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കൊണ്ടുവരാൻ പാടില്ല. മകൾക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് റീസണബിൾ ആയിട്ടുള്ള ഒരു മാരേജ് എക്സ്പെൻസസ് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. ക്രിസ്ത്യൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അത് കൊടുക്കാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഹിന്ദുക്കൾക്ക് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങൾക്ക് ഡിസിഷനിൽ കൂടെ തന്നെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി ക്രിസ്ത്യൻസിന് മാത്രം അങ്ങനെ ഒരു റിലീജിയസ് ഷെയ്ഡ് കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വി അക്കോർഡിംഗ്ലി ഹോൾഡ് ദാറ്റ് ദ റെസ്പോണ്ടന്റ് ഹാസ് ദ ഒബ്ലിഗേഷൻ ടു മീറ്റ് ദ റീസണബിൾ എക്സ്പെൻസസ് ഇൻ കണക്ഷൻ ടു ദ മാരേജ് ഓഫ് ദ പെറ്റീഷനേഴ്സ് ഹു ആർ ഹിസ് ഡോട്ടേഴ്സ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യണം, അച്ഛൻ എന്ത് ചെയ്യണം, മക്കൾക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് കൊടുത്തിരിക്കണം എന്നാണ് കോടതി വിലയിരുത്തിയത്. അത് റിലിജിയനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിനകത്ത് സെക്ഷൻ 39 അകത്തും മെയിൻ്റനൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ട്രാൻസ്ഫർ വെയർ തേർഡ് പേഴ്സൺ ഈസ് എൻറ്റൈറ്റിൽഡ് ടു മെയിൻ്റനൻസ്, വെയർ എ തേർഡ് പേഴ്സൺ ഹാസ് എ റൈറ്റ് ടു റിസീവ് മെയിൻ്റനൻസ് ഓർ എ പ്രൊവിഷൻ ഫോർ advancement or marriage from the profit of immovable property and such a property is transferred, the right may be enforced against the transferee if he has notice or if the transfer is gratuitous but not against transferee for consideration and without notice of the right, nor against such property in his ഹാൻഡ്സ്. അപ്പോൾ ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ എനി പേഴ്സൺ ഹാവിങ് എ റൈറ്റ് ടു റിസീവ് മെയിൻ്റനൻസ്, അവരുടെ മാരേജിനെ കുറിച്ച് മെയിൻ്റനൻസ് കിട്ടുന്നതിനെ കുറിച്ച് ഫ്രം പ്രോഫിറ്റ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അവർക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ക്ലെയിം ക്യാൻ എൻഫോഴ്സ് അഗെയിൻസ്റ്റ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് എ പേഴ്സൺ ഒബ്ലീജ്ഡ്. അയാളുടെ നമുക്ക് ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണോ നമുക്ക് ആ മെയിൻ്റനൻസോ അല്ലെങ്കിൽ മാരേജ് എക്സ്പെൻസസോ കിട്ടേണ്ടത് അതിന് വേണ്ടി, അത് അവരുടെ ഒബ്ലിഗേഷനാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ പ്രോപ്പർട്ടിയുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റിനകത്ത് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഈ അൺമാരീഡ് ഡോട്ടറിൻ്റെ മാരേജ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ നിന്ന് കിട്ടണമെന്ന് വെച്ചാൽ നൗ എ ലീഗൽ റൈറ്റ്, അതൊരു ലീഗൽ റൈറ്റ് ആണ്. അത് എവിടെ നിന്നാണ് വേർതിരിഞ്ഞ് വന്നതെന്ന് വെച്ചാൽ ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ട് നിന്നാണ്. കാരണം ഹിന്ദുക്കളുടെ ആക്ടിനകത്ത് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടെമ്പററി ഇൻജങ്ഷൻ ലീഗലി സസ്റ്റൈനബിൾ ആണ്. ഇവർ ചോദിച്ചിട്ടുണ്ടല്ലോ അച്ഛൻ്റെ പ്രോപ്പർട്ടി വിൽക്കരുത്, വേസ്റ്റ് ഒന്നും കമ്മിറ്റ് ചെയ്യില്ലെന്ന്. അത് ലീഗലി സസ്റ്റൈനബിൾ ആണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. ക്രിസ്ത്യൻ റിലിജിയനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഉരുത്തിരിഞ്ഞ് വന്നത് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരമാണ് അത് ഉരുത്തിരിഞ്ഞ് വന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കും ഇപ്പം പുതിയ ഡിസിഷനിൽ കൂടെ അതിൻ്റെ റൈറ്റ് കിട്ടിയിട്ടുണ്ട്. പണ്ടും ഇത് ഒരു ഡിസിഷനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പുതിയൊരു ഡിസിഷൻ ഇപ്പം വന്നിട്ടുമുണ്ട്. അപ്പോൾ അവർക്കും അതിൻ്റെ റൈറ്റ് കിട്ടി കഴിഞ്ഞു. ഇവിടെ പെറ്റീഷനേഴ്സ് ഓൾറെഡി ഫൈൽഡ് ആൻ അറ്റാച്ച്മെന്റ് ഓഫ് ദ സെയിം പ്രോപ്പർട്ടി ഓഫ് ദ റെസ്പോണ്ടന്റ്. ഇപ്പോൾ ഓൾറെഡി അവർ ഫയൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നോ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ പെറ്റീഷണർ ടു ക്ലെയിം ദ ഇക്വിറ്റബിൾ റിലീഫ് ഓഫ് ഇൻജങ്ഷൻ പ്രൊഹിബിറ്റിംഗ് ദ റെസ്പോണ്ടന്റ് ഫ്രം ഏലിയനേറ്റിംഗ് ദ പ്രോപ്പർട്ടി ഓർ ക്ലെയിമിംഗ് കമ്മിറ്റിംഗ് ആക്ട്സ് ഓഫ് വേസ്റ്റ്. ഇവിടെ ഈ ഇൻജങ്ഷനും അറ്റാച്ച്മെന്റ് ഒക്കെ ഫയൽ ചെയ്തിരിക്കുന്നത് എന്താണ്, പെറ്റീഷനേഴ്സിന്റെ ഒരു ഇന്റൻഷനാണ്. ദെയർ ഇന്റൻഷൻ ഈസ് നോട്ട് മിയർലി ടു സെക്യൂർ ദെയർ റൈറ്റ് ടു ഇന്റൻഷൻ ഓഫ് ദ പെറ്റീഷനേഴ്സ്. ദെയർ ഇന്റൻഷൻ ഈസ് നോട്ട് മിയർലി സെക്യൂർ ദെയർ റൈറ്റ് to realize the money become due under the decree that may be passed case number but to cause embarrassment and inconvenience to their father. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഒരു ഇഞ്ചക്ഷൻ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ അവർ വീണ്ടും ഇട്ടിട്ട് ഒരു അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ലീഗലി സസ്റ്റൈനബിൾ അല്ല. ഇഞ്ചക്ഷൻ വാങ്ങിച്ചത് സസ്റ്റൈനബിൾ ആണ്, പക്ഷേ രണ്ടാമത്തെ കാര്യം സസ്റ്റൈനബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഫാമിലി കോടതി ഡിസ്മിസ് ചെയ്തത് കറക്റ്റ് ആണ് എന്നാണ് കോടതി വിലയിരുത്തിയത്. പിന്നെ ഇവിടെ അവർ ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ ഈ എഡ്യൂക്കേഷൻ എക്സ്പെൻസസും മാരേജ് എക്സ്പെൻസസും ഒക്കെ വളരെ കൂട്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നതെന്നാണ്. അത് കോടതി അത് കറക്റ്റായിട്ട് വിലയിരുത്തി. ആ കോടതി 7,50,000 ആ കോടതി വിലയിരുത്തിയത്. അവർ വലിയ ഹ്യൂജ് എമൗണ്ടാണ് ചോദിച്ചെങ്കിൽ 7,50,000 കോടതി വിലയിരുത്തി. അപ്പോൾ ഈ കോടതി, അതായത് ഹൈക്കോടതിയിൽ വന്നപ്പോൾ കോടതി വിലയിരുത്തിയെന്ന് വെച്ചാൽ എന്തായാലും 7,50,000 പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ കണക്കൂട്ടിയാക്കി എന്തായാലും ഇറ്റ് ഈസ് നോട്ട് എക്സീഡിങ് 15 lakh, 15 ലക്ഷത്തിന് പുറത്ത് ഇത് പോവില്ല. അതുകൊണ്ട് 15 ലക്ഷമായിട്ട് കോടതി അതിനെ വിലയിരുത്തി. പിന്നെ ഇവിടെ ഒരു ചാർജ് ഉണ്ടായിരുന്നു, പ്രോപ്പർട്ടിയിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതൊരു സിവിൽ ക്വസ്റ്റ്യൻ ആണ് വന്നത്. അതിൽ വന്ന കോടതി വിലയിരുത്തിയെന്ന് വെച്ചാൽ എ കോർട്ട് ക്യാൻ ഓൺലി റെക്കഗ്നൈസ് ആൻഡ് ഡിക്ലെയർ എ ചാർജ് വിച്ച് പ്രീ എക്സിസ്റ്റ്. എ കോർട്ട് കനോട്ട് ക്രിയേറ്റ് എ ചാർജ് എ ന്യൂ. പ്രീ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യമായിരിക്കണം. അത് പുതുതായിട്ടുള്ള ഒരു കാര്യത്തിൽ ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കോടതി വിലയിരുത്തി. ഇത് ചാർജുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ചാർജ് എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത്, അത് ബൈ എഗ്രിമെൻ്റ് ഉണ്ട്, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ഉണ്ട്. ചാർജ് എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കാണ്, ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ടിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ കോടതി ഇട്ട്, എന്നിട്ട് കോടതി ഇങ്ങനെ മോഡിഫൈ ചെയ്ത ഓർഡർ ഇങ്ങനെയാണ്.
IA നമ്പർ 1122 അതിൽ ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് ദർ ഷാൽ ബി ആൻ അറ്റാച്ച്മെന്റ് ഓഫ് ദ പെറ്റീഷൻ ഷെഡ്യൂൾ പ്രോപ്പർട്ടി ഫോർ സെക്യൂറിംഗ് ആൻ എമൗണ്ട് ഓഫ് 15 lakh. നമ്മൾ പറഞ്ഞല്ലോ 15 ലക്ഷം രൂപ. ആ 15 ലക്ഷം രൂപ എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യാം. ഇഫ് ദ റെസ്പോണ്ടന്റ് ഫർണിഷ് സെക്യൂരിറ്റി. ഈ അറ്റാച്ച്മെന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സെക്യൂരിറ്റി ഫർണിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റാച്ച്മെന്റിന്റെ ആവശ്യമില്ല. 15 ലക്ഷം രൂപ അവർ ബൈ വേ ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓർ അതർ സിമിലർ മോഡ്സ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടോ മറ്റെന്തെങ്കിലും സിമിലർ മോഡ്സിലോ അത് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ദ ഫാമിലി കോർട്ട് വിൽ വിഡ്രോ ദ അറ്റാച്ച്മെന്റ് ഓവർ ദ പ്രോപ്പർട്ടി. ആ പെറ്റീഷനിൽ ഉള്ള ആ ഒരു അറ്റാച്ച്മെന്റിന് കോടതിക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം. പകരം 15 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് സൂക്ഷിക്കാം. അങ്ങനെ വിലയിരുത്തിക്കൊണ്ട് ഈ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് വന്ന ഓർഡർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ക്രിസ്ത്യൻ ഡോക്ടർക്കും കൂടെ അൺമാരീഡ് ഡോക്ടറിന് അച്ഛൻ്റെ കയ്യിൽ നിന്നും മാരേജ് എക്സ്പെൻസസ് റീസണബിൾ ആയിട്ടുള്ളത് വാങ്ങിയെടുക്കാനായിട്ട് സാധിക്കും. ആ പ്രോപ്പർട്ടിക്കകത്ത് അവർക്ക് അതിനുള്ള റൈറ്റും ഉണ്ട്. അച്ഛൻ്റെ പ്രോപ്പർട്ടി അതിൻ്റെ അകത്ത് പ്രോഫിറ്റിനും ഒക്കെ അതിൻ്റെ അകത്ത് റൈറ്റും ഉണ്ട് എന്ന് ഓർഡറായി. ഇതുപോലെ തന്നെ മുസ്ലിമിനും ഇപ്പോൾ വിധി വന്നിട്ടുണ്ട്. ഹിന്ദുക്കൊക്കെ ഓൾറെഡി അവരുടെ ആക്ടിനകത്ത് തന്നെ ലീഗലി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ് അവരുടേത്. അപ്പം എല്ലാവർക്കും ഒരുപോലെ തന്നെ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് വെച്ചാൽ മാരേജ് എക്സ്പെൻസസ് വാങ്ങിയെടുക്കാനായിട്ട് സാധിക്കും അൺമാരീഡ് ഡോട്ടേഴ്സിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും. ഇതാണ് ഈ വിധി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫാമിലി കേസ് മറ്റ് കേസുകൾ എല്ലാത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കമൻറ്റിൽ എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.